വെൽക്കം ടു ലേൺ മിറൽസ്. നമ്മൾ ഇന്നൊരു ജ്വല്ലറി സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്രാഫ്റ്റ് വീഡിയോസിലെല്ലാം നമ്മൾ ഉപയോഗിച്ചത് മീഡിയം വുഡായിരുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പലർക്കും വുഡ് അവൈലബിൾ അല്ല എന്നുള്ള കമൻസൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഓൺലൈനായി വാങ്ങിയ പൈൻ വുഡിൻ്റെ പീസസാണ്. ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാനിന്നിവിടെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ലേൺ മിറൽസ് എന്ന നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൈൻ വുഡിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള പീസാണ് കിട്ടുക. ഇതുപോലത്തെ കുറച്ച് പീസായിരിക്കും ഉണ്ടാവുക. ഇതിൽ നിന്നും ഞാൻ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. ഇതുപോലെ കട്ട് ചെയ്തു ബാക്കി രണ്ടെണ്ണം കൊണ്ട് ഇയറിങ്സിനുള്ള പീസും ആക്കുക ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വൈറ്റ് പെയിൻ്റാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ബേസ് കോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഈ ഡിസൈൻ വരയ്ക്കാൻ നോക്കാം. പെൻഡൻറ്റിന് വേണ്ടി ഞാൻ 2 ഹോൾ ആദ്യമേ ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ വരുന്ന ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങുന്നത്. വരയ്ക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ നായകമണിയും പിന്നെ ചെവിപ്പൂവാണ്. ഇത് രണ്ടും നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിരുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഇതിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന രീതിയിൽ ചെവിപ്പൂവാണ് വരയ്ക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഡിസൈൻ ഉള്ളത്. ഇനി നമുക്ക് ഇയറിങ്സിന് വേണ്ടിയിട്ട് ഇതേ ഡിസൈൻ തന്നെ കൊടുക്കാം. അത് ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇയറിങ്ങിലും ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് റെഡ് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. റെഡ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺ സീനയുടെയും 1:1 എന്നുള്ള റേഷ്യോയിലുള്ള മിക്സാണ് എടുത്തിരിക്കുന്നത്. ഒരു ലോങ് ഹെയർ ബ്രഷ്, പോയിൻറ്റഡ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഈ പെൻസിൽ ലൈൻസൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് യെല്ലോ വാഷ് കൊടുക്കാം. യെല്ലോ വാഷിന് വേണ്ടിയിട്ട് ഒക്കർ യെല്ലോ ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്കിതുപോലെ ഫസ്റ്റ് വാഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ പൂവിൻ്റെ സെൻറ്ററിൽ വരുന്ന ഈ സെപ്പലും ലാസ്റ്റ് വരുന്നതിന് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഈ ഒരു പെറ്റൽസിനാണ് നമ്മളിവിടെ വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിന് ഗ്രീനാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കിതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ 2 ഇയറിങ്ങിലും ചെയ്തെടുക്കാം. ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ കുറച്ച് ഡിമ്മായതുപോലെ ഉണ്ടാവും കളറ്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡിം ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് കൂടെ യെല്ലോ വാഷ് ചെയ്യാം. നമുക്കിതിൻ്റെ എഡ്ജസ് ഒന്ന് ശരിയാക്കി കൊടുക്കാം.
അടുത്തായിട്ട് നമുക്ക് റെഡിൻ്റെ ഷെയ്ഡിങ് ആണ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ എഡ്ജിലാണ് റെഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഔട്ട്ലൈൻ ചെയ്യാനെടുത്ത അതേ റെഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവിടെ ഷെയ്ഡിങ്ങും കൊടുക്കുന്നത്. ഇതിൻ്റെ രണ്ടരികിലും നമുക്കൊന്ന് വെള്ളം മാത്രം എടുത്തിട്ട് അതൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിനി ഇയറിങ്സും ചെയ്തെടുക്കാം. റെഡിൻ്റെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഗ്രീനാണ്. ഗ്രീനിന് ആദ്യം നമുക്കൊരു ഫസ്റ്റ് വാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നതോടെ. ഈ ഫസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീന് വളരെ ലൈറ്റായിട്ട് എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു ഡാർക്ക് ടോൺ വെച്ചിട്ട് സാപ്പ് ഗ്രീനിൻ്റെ ഡാർക്ക് ടോൺ വെച്ചിട്ട് ഇതൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് നന്നായി ഡ്രൈ ആയതിനു ശേഷം സാപ്പ് ഗ്രീൻ കുറച്ചൊന്ന് തിക്കിലെടുത്തിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഷെയ്ഡിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സാപ്പ് ഗ്രീൻ മാത്രം എടുത്ത് അത് വളരെ കുറച്ച് മാത്രം വെള്ളം എടുത്തിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കിനി ഓരോ ഇയറിങ്ങും ചെയ്തെടുക്കാം. ഇനി അടുത്തായി നമുക്ക് ബ്ലൂ ആണ് ചെയ്യാനുള്ളത്. ബ്ലൂ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രഷ്യൻ ബ്ലൂ ആണ് എടുക്കുന്നത്. വളരെ ചെറിയൊരു ഏരിയ മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വെള്ളം മാത്രം എടുത്തിട്ട് ഇതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസോൾവ് ചെയ്യണം. നന്നായിട്ട് തിക്കായിട്ടുള്ള ബ്ലൂ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഞാൻ ഇവിടെ ഈ ബോർഡർ കൊടുക്കുന്നത്. അരികിൽ മാത്രം നമുക്ക് കുറച്ച് നന്നായി തിക്കായിട്ട് കൊടുത്തിട്ട് ബാക്കി ഉള്ളിലേക്കുള്ളത് വളരെ ലൈറ്റായിട്ട് മാത്രം എടുക്കാം. ഇതേ രീതിയിൽ നമുക്കിനി ഇയറിങ്സും ചെയ്തെടുക്കാം. ബ്ലൂ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ബ്ലാക്ക് ഔട്ട്ലൈൻ ആണ്. ഒരു പോയിന്റഡ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമുക്കിനി ഈ ഒരു രണ്ട് പീസിലും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊന്ന് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.